പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത വാഗ്ദത്തമൻ തീർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത വാഗ്ദത്തമൻ തീർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നൽകുന്ന നല്ല വചനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിക്കാം. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. സംസാരിക്കുന്ന മൺതരികൾ. സുവിശേഷം ഒരു കുടുംബത്തിൽ എത്തുമ്പോൾ അതിനെ ആ കുടുംബം കൈക്കൊള്ളാതിരിക്കുമ്പോൾ സുവിശേഷകരോട് പറയുകയാണ്, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാലിൽ പറ്റിയ മൺതരികൾ അവിടെ തട്ടിയിട്ടിട്ട് പോരണം. കാരണം അത് സംസാരിക്കും. ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടാനുള്ളതായിരുന്നു, രക്ഷപ്പെടാനുള്ളതായിരുന്നു, ഉയർച്ച പ്രാപിക്കാനുള്ളതായിരുന്നു, മരണത്തെ അതിജീവിക്കേണ്ടതായിരുന്നു, നിത്യജീവൻ പ്രാപിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞു. മൺതരികൾ പറയും ആമേൻ. അങ്ങനെയാണെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് എത്ര ഭയങ്കരമാണല്ലേ. പലരും ഇത് മതപ്രസംഗമാക്കി മാറ്റി. പലരും ഇത് ചില വ്യക്തികൾക്ക് മാത്രമുള്ള ആശയമാക്കി മാറ്റി. അല്ല കേട്ടോ, സകല മനുഷ്യരെയും രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഏക വഴി അതാണ് സുവിശേഷം. അതുകൊണ്ടാണ് പത്രോസ് പോലും പറഞ്ഞിരിക്കുന്നത്, മറ്റൊന്നിലും രക്ഷയില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അത് സത്യമായ കാര്യമാണ്. അത് ഒരു വ്യക്തി ഉൾക്കൊള്ളാതെ വരുമ്പോൾ മൺതരി പോലും പറയും ഇവനേശുവിനെ തള്ളിക്കളഞ്ഞതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളും പ്രശ്നങ്ങളുമൊക്കെ ഇപ്പോഴും പ്രസന്റ്ലി ഉണ്ടെങ്കിലും യേശുവിനെ സ്വീകരിച്ചോണം. കാരണം ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന്റെ ആധാരം യേശുവാണ്. ആമേൻ. നിങ്ങൾ രക്ഷപ്പെടും. ഇന്നത്തെ സാഹചര്യം മുഴുവൻ തിരിയും. ഇന്നത്തെ അവസ്ഥകളെ ദൈവം ടോട്ടലി തിരിക്കും. ഒരു ദിവസം കൊണ്ട ജീവിതം മാറിയില്ലെന്നോർത്ത് ഇതിനകത്ത് ശക്തിയില്ലെന്ന് പറയരുത്. ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് മാറും. ഇല്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾ നോക്കുമ്പോൾ അതിശയിക്കപ്പെടും. യേശു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത്, സുവിശേഷം ഏറ്റെടുത്തില്ലെങ്കിൽ ഇത്രയും അനുഗ്രഹം തള്ളിക്കളഞ്ഞ വ്യക്തിയെ നോക്കി മൺതരി പറയും, അദ്ദേഹം സുവിശേഷം ഏറ്റെടുത്തില്ല. ഈ വചനം കേൾക്കുമ്പോൾ ഇതൊരു മതപ്രസംഗമായിട്ടോ ഇതൊരു പ്രോസ്പെരിറ്റി ആയിട്ടോ ഒന്നും ചിന്തിക്കില്ല. നിങ്ങളെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഏക വഴിയാണ് യേശു. യേശുവേ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ വരണേ, എന്നെ മുഴുവൻ ഏറ്റെടുക്കണമേ എന്ന് യേശുവോട് പറഞ്ഞാൽ
പാപത്തിനോ ലോകത്തിനോ മരണത്തിനോ ശാപത്തിനോ പൈശാചിക മണ്ഡലത്തിനോ നിങ്ങളെ വിട്ടുകൊടുക്കാതെ അതിൻ്റെ നടുവിൽ നിന്ന് നടുകടലിൽ വീണ ഒരു മനുഷ്യനെ കരയ്ക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ ചേറിൽ താണുകൊണ്ടിരിക്കുന്ന ഒരുവനെ കൈപിടിച്ചുയർത്തുന്നത് പോലെ തീയിൽ വീണ ഒരുവനെ രക്ഷിക്കുന്നത് പോലെ സുവിശേഷം നിങ്ങൾ ഇന്ന് കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കും. ആമേൻ. ഉറപ്പാണ്. യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രശ്നങ്ങൾ നിങ്ങൾ തകരത്തില്ല, പ്രശ്നങ്ങൾ തകരും. ആമേൻ. രോഗത്തിൽ നിങ്ങൾ തകരത്തില്ല, രോഗം തകരും. പ്രതികൂലത്തിൽ നിങ്ങൾ തകരത്തില്ല, പ്രതികൂലം തകരും. ആമേൻ. നിങ്ങൾ അതിൻ്റെ മുകളിൽ കയറി നിൽക്കും. യെസ്, ഹല്ലേലൂയ. മൺതരികൾ പോലും സംസാരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ ഒന്നും കൂടെ യേശുവേ, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്നെ മുഴുവനും സമർപ്പിക്കുന്നു. എനിക്ക് അങ്ങേ വേണം, എനിക്ക് അങ്ങേ ആവശ്യമാണ് എന്ന് പറയുക. സമ്പത്തിന് വേണ്ടിയല്ല, ആരോഗ്യത്തിന് വേണ്ടിയല്ല, കടം മാറാൻ വേണ്ടിയല്ല. അതിൻ്റെ മുകളിൽ സ്തോത്രം, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ യേശുവിനെ സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. സുവിശേഷം ഞങ്ങളെ തേടി എത്തിയതിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ, കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. യേശുവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി, ശക്തീകരിക്കുന്നതിന് നന്ദി, വിടുതൽ നൽകുന്നതിന് നന്ദി, രോഗങ്ങളിൽ നിന്ന് സൗഖ്യം തരുന്നതിന് നന്ദി. കർത്താവേ, ഞങ്ങളുടെ സുവിശേഷത്തിന് മുമ്പാകെ പ്രശ്നങ്ങൾ മാറുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തകർച്ചകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വിടുതലുകൾ ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാവട്ടെ. ചില സൃഷ്ടിപ്പുകൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ചപ്പാ വീണ്ടും ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. സംഘടനയുടെയോ മതത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ കാര്യങ്ങൾ പറഞ്ഞ് യേശുവിനെ കൈക്കൊള്ളാതെ ജീവിതം നശിപ്പിക്കാൻ ഇവരെ അനുവദിക്കരുത്. കർത്താവെ, ഇവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കയറി ചെല്ലണമേ. ഇരു കൈയും നീട്ടി അവർ യേശുവിനെ സ്വീകരിച്ച് യേശു സൗജന്യമായി നൽകുന്ന രക്ഷയും അനുഗ്രഹവും ആരോഗ്യവും ആയുസ്സും നന്മകളും ഇവർ പ്രാപിക്കട്ടെ. ലോകം തരുന്ന കർത്താവെ, ഈ മക്കൾക്ക് നീ അത് കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. അവർ നന്മ പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. അവർക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നൽകി പ്രാർത്ഥിക്കുന്നു. യേശുവേ, കൂടെ ഇരിക്കണമേ, ചേർത്ത് പിടിക്കണമേ. തനിച്ചു പോയെന്നുള്ള ചിന്തകൾ മാറ്റി മാനുവേലായി നീ കൂടെയുള്ളതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ മാറട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. God bless you. ഇന്നത്തെ ദിവസം വീണ്ടും കർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ തുടരുക. നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചേക്കുകയാണ്. ആമേൻ. ലോകത്തിൽ നേടാമെന്ന് വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം നേടിയിരിക്കുകയാണ്. God bless you. Shalom.